സംസ്ഥാന വിഹിതത്തെക്കാൾ തുക അംഗൻവാടി നിർമ്മാണത്തിന് നൽകിയ മുൻ MP സുരേഷ് ഗോപിയെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ജനകീയ ഉദ്ഘാടനം നടത്തി BJP. പാലക്കാട് അകത്തേത്തറ ശ്രീ ദുർഗാ നഗറിലെ പണ്ടാരക്കളം അംഗനവാടിയുടെ ഉദ്ഘാടനത്തിലാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത് സുരേഷ് ഗോപിയെ ക്ഷണിക്കാതിരുന്നത്. സുരേഷ് ഗോപി MP ആയിരുന്നപ്പോൾ അനുവദിച്ച 15 ലക്ഷം രൂപ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത്. അകത്തേത്തറ പഞ്ചായത്തിലെ 11ാം വാർഡ് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കാനിരിക്കെയാണ് BJP ജനകീയ ഉദ്ഘാടനം നടത്തിയത്. 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് ഫണ്ടും പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷവും ICDSന്റെ 2 ലക്ഷവും ഒപ്പം മുൻ രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയും ഉപയോഗിച്ചായിരുന്നു അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഉദ്ഘാടനം അടുത്തപ്പോൾ അംഗൻവാടിക്കായി ഏറ്റവും അധികം തുക നൽകിയ സുരേഷ് ഗോപിയെ BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും CPM ഭരിക്കുന്ന പഞ്ചായത്ത് ചടങ്ങിന് ക്ഷണിച്ചില്ല. ഇതോടെയാണ് BJP പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. 10ാം വാർഡ് മെമ്പർ TP ശ്രീദേവി നാടമുറിച്ച് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു അംഗൻവാടിയുടെ കെട്ടിടം നാളെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കൂ എന്ന ഒരു വേളയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു വേളയിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ വികാരം കണക്കിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും മറ്റുള്ളവരും ചേർന്നിട്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർത്തും അതിനെ അവഗണിക്കുന്ന രീതിയിൽ ഒരു സമീപനം ഉണ്ടാവുകയായിരുന്നു. സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും തീർത്തും രാഷ്ട്രീയ സമീപനമുണ്ടായെന്നും BJP ആരോപിച്ചു. വാർഡ് മെമ്പർ G സുജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മെമ്പർമാരായ സുധീർ KA, അജയ് KK, ഗീത, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഐശ്വര്യ SP തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച മെമ്പർ ശ്രീദേവിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ജനം, പാലക്കാട്.